സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാല ധ്യാനചിന്തകളുടെ 30-ാം ദിനത്തിലേക്ക് യേശുനാമത്തിൽ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനഭാഗമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ വചനഭാഗം ശ്രവിക്കാം. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവൻ എതിരേൽക്കുവിൻ എന്ന ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിലടക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ഒരു നിമിഷം നാം ശ്രവിച്ച വചനഭാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ ദൈവകൃപ നഷ്ടപ്പെട്ടത് അറിയാതെ പോവുക എന്നുള്ളതാണ്. പല ജീവിതങ്ങളിലും ബാഹ്യമായിട്ടുള്ള ഭക്തിയുടെ ആടയാഭരണങ്ങളുണ്ടെങ്കിലും അവൻ്റെ ആത്മാവിലെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടത് വൈകിയാണ് അറിയുക. യേശുവിനെക്കുറിച്ചുള്ള അറിവ് നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ യേശു അനുഭവം അത് യേശു ഏകരക്ഷകനാണെന്നുള്ള ബോധ്യത്തിലേക്ക് എത്ര ജീവിതങ്ങളെ നയിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നാം ഒരു സംഭവം വായിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 21-ാം തിരുവചനം. ഏലിയ പ്രവാചകൻ ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടത്തെ അനുഗമിക്കുവിൻ. അവർ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും, അവർ കർത്താവിൻ്റെ മക്കളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും, പലപ്പോഴും ഹൃദയത്തിൻ്റെ ഉള്ളിൽ യേശു രക്ഷകനാണെന്ന്, യേശു ഏകരക്ഷകനാണെന്ന് ഏറ്റുപറയുവാനും ജാഗ്രതയോടുകൂടെ ഹൃദയത്തെയും ജീവിതത്തെ സൂക്ഷിക്കുവാനും പലപ്പോഴും പരാജയമടയുന്നുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. ന്യായാധിപനായ സാംസൺ വചനം പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല എന്ന്. കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നത് ജാഗ്രത കുറവ് മൂലമാണ്. വിവേകശൂന്യകളായ ഈ കന്യകമാരുടെ ജീവിതത്തിലും സംഭവിച്ചത് തന്നെയാണ്. അവർ എല്ലാം ശരിയാണ്, കർത്താവ് ഞങ്ങളെ സ്വീകരിക്കുമെന്നുള്ള ചിന്തയിൽ അവരുടെ ജീവിതം അവർ ജാഗ്രതയിൽ സൂക്ഷിച്ചില്ല. അവർക്ക് നഷ്ടമായത് സ്വർഗത്തിൻ്റെ അവകാശമാണ്. പ്രിയമുള്ളവരെ, ആത്മാവിലെ അന്ധത അത് അവർക്ക് സുവിശേഷം നൽകുന്ന പേര് തന്നെ വിവേകശൂന്യകളെന്നാണ്. കാരണം ആത്മാവിൽ ബാധിച്ച അന്ധത വചനം ചൂണ്ടിക്കാണിക്കുക വിവേകം നഷ്ടപ്പെട്ടവർ തന്നെയാണ്. കാരണം വിവേകത്തിൻ്റെ പ്രകാശത്തെ ജഡത്തിൻ്റെ പാപങ്ങൾ കെടുത്തിക്കളയും. വിവേകത്തിൻ്റെ പ്രകാശത്തെ ജഡത്തിൻ്റെ പാപങ്ങൾ കെടുത്തിക്കളയും.
അവരുടെ വിളക്കുകൾ അണഞ്ഞുപോയി, വിവേകത്തിൻ്റെ അപ്രകാശം അണഞ്ഞുപോയി. അതുകൊണ്ട് ഈ നോമ്പുകാലത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു തീരുമാനം, ആത്മാവിൻ്റെ രക്ഷ നാം നീട്ടിവെക്കരുത്. കൃപാവരം നിറയപ്പെടുവാൻ വേണ്ടി നാളെ ആകട്ടെ എന്ന് ചിന്തിക്കരുത്. ഇന്നാണ് ആ ദിനം, ഇന്നാണ് രക്ഷയുടെ ദിനം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്, നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ കൃപയിൽ നാം ആയിരിക്കുമ്പോൾ വിശുദ്ധരിൽ പങ്കാളിത്തം നമുക്ക് ലഭിക്കുകയാണ്. നമുക്ക് കർത്താവിൻ്റെ കൃപയിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കുവാനുള്ള വിവേകത്തിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ നിറയുവാൻ വേണ്ടി ഇതിനെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈ വചനം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കണമേ. ഞങ്ങളുടെ അലസത വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ ജാഗ്രതയോടുകൂടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങയെ കാത്തിരിക്കുവാൻ, അങ്ങയെ വരവേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിവേക പ്രകാശത്തെ കെടുത്തിക്കളയുന്ന എല്ലാ പാപമേഖലകളെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾക്കും ആത്മാവിനും ശരീരത്തിനും ഹൃദയത്തിനും അങ്ങേ സൗഖ്യം നൽകണമേ. അങ്ങേ വാഗ്ദാനമായ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ,